പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് ഞാൻ മഹത്വമർപ്പിക്കുന്നു. യൂട്യൂബിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ഒരാത്മീയ ചിന്ത നാം ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ആത്മീക വളർച്ച എന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നാം ദൈവത്തിന്റെ വചനം ചിന്തിച്ചത്. 3 വീഡിയോകൾ ഇതിനു മുമ്പായിട്ട് ആ വിഷയത്തെ സംബന്ധമായി നാം ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇനി ഒന്നും പരാമർശിക്കുന്നില്ല. കാണുവാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ കയറി ആ വീഡിയോകൾ കാണുവാൻ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. ഇന്ന് നാം 14-ാമത്തെ വാക്യം, അവസാന വാക്യം, ഇന്നത്തെ ഈ ചിന്തയുടെ അവസാന ഭാഗമാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ആ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കാം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് താൻ ഇങ്ങനെ പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഈ ഒന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നാം ആ വേദഭാഗം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, 2 കാര്യങ്ങളാണ് ചേർത്ത് പറയുന്നത്. അതിൽ ആദ്യത്തെ കാര്യം പിൻപിലുള്ളത് മറന്ന്. ആ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. എന്താണ് പിൻപിലുള്ള കാര്യം, അതെങ്ങനെയാണ് മറക്കുന്നത്, ആ വിഷയങ്ങൾ നമ്മൾ വിശദമായി സംസാരിച്ചു. പിൻപിലുള്ളത് മറക്കുക എന്ന പേരിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. അപ്പോ പിൻപിലുള്ള കാര്യങ്ങൾ മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. അപ്പൊ 2 കാര്യങ്ങൾ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു. ഈ ഒന്ന് ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. നാം അതിനെ ഇങ്ങനെ മനസ്സിലാക്കണം, ഇത് രണ്ടും വേർതിരിച്ചു മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. ഒരു നാണയത്തിന് 2 വശങ്ങളുള്ളതുപോലെ മറക്കുക, പിന്നിലുള്ളത് മറക്കുക എന്നുള്ളതും മുന്നിലേക്ക് ഓടുക എന്നുള്ളതും രണ്ടും കൂടെ ഒരേപോലെ വരേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പിന്നിലുള്ളത് മറന്നു കഴിഞ്ഞെങ്കിലേ മുന്നിലേക്ക് നമുക്ക് ഓടുവാൻ കഴിയും. പൗലോസ് പറയാൻ പിന്നിലുള്ളത് മറന്ന് മുന്നിലേക്ക് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പൊ ഒന്നും ഞാൻ ചെയ്യുന്നു എന്ന പദത്തിനകത്ത് ഈ 2 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നും ഞാൻ ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട, നമുക്ക് ചിന്തിക്കാൻ അല്ലെ, വളരെയധികം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ആ വേദഭാഗത്ത് പറയുന്നത്. ഒന്നും ഞാൻ ചെയ്യുന്നു. പക്ഷെ 2 കാര്യങ്ങളാണ് അവിടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കാര്യങ്ങൾ ദൈവനാമത്തിന് വേണ്ടി അല്ലെങ്കിൽ ആത്മീയ വർധനവിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്. എന്തൊക്കെ ചെയ്യുന്നു എന്ന് അവർക്ക് തന്നെ അറിയാതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ പൗലോസ് പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഞാൻ എന്റെ പിൻപിലുള്ളതെല്ലാം മറന്ന് മുന്നിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാർത്തയോട് പറയുന്ന ഒരു കാര്യം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 42-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ യേശു മറിയയുടെയും മാർത്തയുടെയും ലാസറുടെയും ഭവനത്തിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ മാർത്ത യേശുവിനെ ശുശ്രൂഷിക്കുവാനായി കർത്താവിന് ഭക്ഷണം ഉണ്ടാക്കുവാനുള്ള തിരക്കിൽ അടുക്കളയിൽ വ്യാപൃതയാകുമ്പോൾ മറിയ വന്ന് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ മാർത്ത ഇതാ പരിഭവമായിട്ട് യേശുവിന്റെ അടുക്കൽ വരിക, വന്ന് പറയുകയാണ്, മറിയ എന്നെ ജോലി സഹായിക്കുന്നില്ല, പരാതിയായി പറയുകയാണ്. കർത്താവ് അതിന് മാർത്തയോട് പറഞ്ഞ മറുപടിയാണ്,
ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം. അവരോട് പറയുകയാണ്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി കുഴങ്ങുന്നു, എന്നാൽ മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ടാണ് ഈ 42-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, ആരും അത് അവളോട് അപഹരിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, യേശു പറയുകയാണ്, എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയുകയല്ല, ഒന്നു മതി. എന്താണ്? കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുക, അവിടുത്തെ വചനം കേൾക്കുക. ആത്മീക വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം ദൈവവുമായിട്ടുള്ള സജീവമായ ബന്ധമാണ്. കർത്താവിന്റെ പുറകെ പോവുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം ദൈവം പഠിപ്പിച്ചുകൊള്ളും, ബാക്കിയെല്ലാം കർത്താവ് നമുക്ക് പറഞ്ഞു തരും. ഇവിടെ പൗലോസ് പറയുക, ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, പിൻപിലുള്ളതെല്ലാം ഞാൻ മറക്കുന്നു. എന്റെ പിൻപിൽ എന്നെ വേദനപ്പെടുത്തിയത്, എന്നെ കഷ്ടപ്പെടുത്തിയത്, എന്റെ ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങൾ എല്ലാം ഞാൻ മറക്കുന്നു. എന്നിട്ട് ഞാൻ മുൻപിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഇന്ന് വചനം കേൾക്കുന്നവരോട് പറയട്ടെ, ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ദൈവത്തിന് കൃപ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിത്യത ലക്ഷ്യമാക്കി പോകുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി. നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് മുഴുവൻ മറന്നിട്ട്, പഴയ കാര്യങ്ങളെല്ലാം മറന്ന്, അല്ലെ, മുൻപിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ഓടുക. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുക, ഞാൻ മുൻപിലേക്ക് ഓടുന്നു, അതാണ് ഒന്ന് ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ പ്രധാനപ്പെട്ടത് മറക്കുക. ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ പ്രാർത്ഥിക്കാൻ മറക്കുന്നവർ. ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാൻ മടിക്കുന്നവർ. എല്ലാം ചെയ്യും, പക്ഷേ ദൈവത്തെ ആദരിക്കുന്നത് പോലെ ആദരിക്കുവാനോ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാനോ മറന്നുപോകുന്ന മനുഷ്യൻ. എല്ലാം ചെയ്യുന്നുണ്ട്, വാർത്തയെ പോലെ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. പൗലോസ് പറയാ, ഒന്നും ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടും. അപ്പൊ അതാണ് ഒന്നും ഞാൻ ചെയ്യുക. നാം എല്ലാവരും കർത്താവിന്റെ വേണ്ടി മുഖ്യസ്ഥാനം കൊടുത്ത് അതിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. രണ്ടാമത്തെ കാര്യം പരമവിളിയുടെ ബിരുദ് എന്ന വിഷയമാണ്. പൗലോസ് പറയുകയാണ്, പരമവിളിയുടെ ബിരുദനായി ഞാൻ മുമ്പോട്ട് ഓടുന്നു. ഈ പരമവിളി എന്താണെന്നും എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചതെന്നും കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നാം വിശദമായി സംസാരിച്ചതാ. എന്താണ് വിളിയുടെ ഉദ്ദേശം, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വളരെ വിശദമായി സംസാരിച്ചതാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അത് പറഞ്ഞിട്ടാണ് 12-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നത്. എങ്കിലും ഞാൻ ആ വാക്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചു വിട്ടേക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച്. അപ്പോ ഒന്നാമത് പറയുകയാണ്, ക്രിസ്തുവിനെ നേടേണ്ടതിന്. അപ്പൊ എന്താണ് ഈ ഓട്ടത്തിന്റെ ലക്ഷ്യം? എന്താണ് ഈ വിരുദിന്റെ ലക്ഷ്യം? ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവര്, ആത്മീകൻ ഈ ലോകത്തെ സമ്പാദിച്ച ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് കർത്താവ് അവരുടെ സ്വന്തമായെന്നുള്ളതാണ്. അല്ലാതെ നമുക്കൊന്നും അഭിമാനത്തിന് പറയാനില്ല, മറ്റൊന്നും നേടിയത് പുകഴ്ചയായിട്ട് പറയാനില്ല. യേശു നമ്മുടെ സ്വന്തമായതാണ് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. രണ്ടാമത് 10-ാം വാക്യത്തിൽ പറയുന്നു, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണം. എന്തിനു വേണ്ടിയായി ഓടുന്നത്? അനുഭവം പ്രാപിക്കാൻ. ചിലത് അനുഭവിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കണ്ടുപോകുന്ന ഒന്നോ കേട്ടുപോകുന്ന ഒന്നോ അല്ല, ഇത് അനുഭവിച്ചറിയാനുള്ളതാണ്. ക്രിസ്തീയ ജീവിതം അനുഭവിക്കാനുള്ളതാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവരുടെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തെ അനുഭവിച്ചറിയാനുള്ളതാണ്. പൗലോസ് പറയുക, ഞാൻ വന്നത് അനുഭവിച്ചറിയാനാ. എന്തൊക്കെയാണ് അനുഭവിച്ചറിയേണ്ടത്? അവന്റെ മരണത്തോട് എനിക്ക് അനുരൂപപ്പെടണം. യേശുക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നാം സ്നാനപ്പെട്ടപ്പോൾ കർത്താവിന്റെ മരണത്തോട് അനുഭവപ്പെട്ടതാ. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. പൗലോസ് പറയുക, അവൻ മരിച്ചു, അതുപോലെ ഞാൻ ക്രിസ്തുവിൽ മരിക്കണം. അവന്റെ മരണത്തോട് എനിക്ക് അനുരൂപപ്പെടണം.
തീർന്നില്ല. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും എനിക്ക് അനുഭവിച്ചറിയണം. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാൽ! അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് പകൽക്കാലം നാമം ഈ ദൈവത്തെ സേവിച്ചാരാധിക്കുന്നതിലെ രഹസ്യം എന്ന് പറയുന്നത് അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാനും അവിടുത്തെ പോലെ പുനരുത്ഥാനം ചെയ്യുവാനുമാണ് നമ്മുടെ ലക്ഷ്യം. കർത്താവ് രണ്ടാമത് വരുമ്പോൾ നിശ്ചയമായും നാം പുനരുത്ഥാനം ചെയ്യുമെന്ന് ഒരുപക്ഷെ കർത്താവ് വരുമ്പോൾ വചനം പറയുന്നത് ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് കർത്താവിനോട് ചേരുമ്പക്ഷേ അതിനു മുമ്പ് മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും. പുനരുത്ഥാനത്തിന്റെ ശക്തി, അല്ലെ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന ശക്തി, അത് അനുഭവിച്ചറിയുക എന്നുള്ളതാണ് ആത്മീകന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. ആ ശക്തി ഇപ്പോൾ നമ്മിൽ വ്യാപരിക്കുന്നുണ്ട്. അത് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈ ആത്മശക്തിയാലാണ് കർത്താവ് അവൻ ഉയർക്കപ്പെട്ടതെന്ന് വചനം പറയുന്നെങ്കിൽ ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ അത് അക്ഷരീകമായി അങ്ങനെ തന്നെ നമ്മൾ അനുഭവിച്ചറിയുവാൻ കാത്തിരിക്കുന്നവരാണ് അതാണ് പൗലോസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. തീർന്നില്ല, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയണം. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച പൗലോസ് അനുഭവത്തിൽ നിന്ന് പറയുക, ഞാൻ ഒത്തിരി അനുഭവിച്ചു. അവൻ അനുഭവിച്ച കഷ്ടങ്ങൾ, അവൻ അനുഭവിച്ച ദുരിതങ്ങളുടെ ഒരു കൂട്ടായ്മ ഞാനും അനുഭവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ ഇറങ്ങി വന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, അവന്റെ നാമത്തിന് വേണ്ടി അപമാനം ഏൽക്കുക എന്ന് പറയുന്നത് ഒരു അഭിമാനകരമായ കാര്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയോ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അല്ല, അവന്റെ നാമത്തിന് വേണ്ടി അപമാനം ഏൽക്കുന്നത് സന്തോഷമെന്ന് കരുതിയ ശിഷ്യന്മാരെ പോലെ അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അവൻ നമ്മളെ വായിച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ആ പുനരുത്ഥാനമാണ് ലക്ഷ്യം. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനമാണ് ഏറ്റവും വലിയ ലക്ഷ്യം, അല്ലെ? പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ ഇപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കാരണം അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട്. പക്ഷേ അതേ ആത്മാവ് നമ്മളിൽ ഉള്ളത് കൊണ്ട് തിരുവെടുത്ത് പറയുന്നത് പോലെ നാമും മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽക്കും, കർത്താവ് നമ്മളെ ഉയർപ്പിക്കും. ആ വലിയ പ്രതീക്ഷയാണ് പൗലോസിനുള്ളത്. ഈ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യത്തിൽ പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ടവര്, ആ ഉയർപ്പിന്റെ ദിനമാണ്, ആ രൂപാന്തരത്തിന്റെ ദിനമാണ്. കർത്താവ് വരുമ്പോൾ നാം രൂപാന്തരപ്പെടുന്ന ദിവസമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. അതാണ് ഉയരുവെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വിരുദിന് വേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അടുത്ത് അവിടെ പറയുന്നത് ആ ലക്ഷ്യം, ആ വിരുദ് പ്രാപിക്കുവാനായി ഞാൻ നടക്കുകയല്ല, ഞാൻ ഓടുകയാണ്. അല്ലെ? പൗലോസ് അങ്ങനെയാ പറയുന്നത്, ഞാൻ ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് ഓട്ടക്കളത്തിലാണ്. ഒരിക്കലും ഈസിയായി നടക്കുന്ന ഒരു ജീവിതമല്ല, അലസമായ ഒരു ജീവിതമല്ല നമ്മുടെ ജീവിതം. ഇതൊരു ഓട്ടക്കളമാണ്. എന്തുകൊണ്ടാണ് ഈ ഓട്ടത്തോട് സാദൃശ്യപ്പെടുത്തിയത് പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. വളരെ പരിമിതമായ സമയമാണ് നമുക്ക് ഓടാനായിട്ട് ഉള്ളത്. സ്തോത്രം. ഈ ചെറിയ കാലയളവിനുള്ളിൽ നാം ഓടി തീർക്കേണ്ടതുണ്ട്. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അങ്ങ് എത്തുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഈ ചെറിയ കാലയളവിനുള്ളിൽ നമ്മളിൽ വരണ്ട രൂപാന്തരമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന മാറ്റങ്ങളുണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന വളർച്ചയുണ്ട്. അതിന് വളരെ കുറച്ച് സമയമേ നമുക്ക് മുമ്പിൽ ശേഷിക്കുന്നുള്ളൂ. അതറിയാവുന്ന പൗലോസ് പറയുകയാണ്, ഞാൻ ഓടുകയാണ്, ഞാൻ ഓട്ടക്കളത്തിൽ ഓടുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു വെളിപ്പാടുള്ളൂ. ആളുകൾ ഭൂരിഭാഗം വിചാരിച്ചിരിക്കുന്നത് ഒരുപാട് സമയം ഇനിയുമുണ്ട്, അല്ലെ? രക്ഷിക്കപ്പെടുവാൻ, ദൈവത്തോട് അടുക്കുവാൻ, കർത്താവിന്റെ അടുക്കൽ വരുവാൻ, വിശ്വാസികളോട് കർത്താവ് വരാറായി അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. നമ്മുടെ മരണം എപ്പോഴാണെന്ന് അറിയില്ല, എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്ന് പറയുമ്പോൾ ആളുകൾ അലസരായി ജീവിക്കുക. എന്നാൽ വളരെ കുറച്ച് മനുഷ്യർ ഈ സത്യം മനസ്സിലാക്കി
അവർ ദൈവത്തോടും ദൈവവചനത്തോടും വളരെ വേഗം പ്രതികരിക്കുക. അവർ കർത്താവിന്റെ ശബ്ദം കേൾക്കുക. അവിടുന്ന് പറയുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ ക്രമീകരണം വരുത്തുക. അവരുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ച ഉണ്ടാകുക. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവർ ഓടുമ്പോൾ അവരുടെ ജീവിതം ഓട്ടമാണ്. വളരെ വേഗത്തിൽ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. വളരെ വേഗത്തിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. കർത്താവിനെ അറിഞ്ഞ്, എന്നാൽ ചിലരെ നോക്കിക്കേ, കർത്താവിനെ അറിഞ്ഞിട്ട് ഇന്നും ഒരു മാറ്റവുമില്ലാതെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു രൂപാന്തരവും ഇല്ലാതിരിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. കാര്യം എന്താ? അവർ ഓടുകയല്ല, അവർക്ക് ഓടാൻ കഴിയുന്നില്ല. അവരിപ്പോൾ ശിശുക്കളായിരിക്കുക. കൊരിന്ത്യർ ലേഖനത്തിലെ പൗലോസ് ഒന്നുകൊരിന്ത്യർ ലേഖനം സ്തോത്രം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് ഇപ്പോഴും കഴിവില്ലായിരുന്നു. ഇപ്പോഴും കഴിവായിട്ടില്ല. നോക്കണേ, അവിടെ കുറച്ച് വിശ്വാസികളുണ്ട്, ഇപ്പോഴും അവർ വളർന്നിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്നതിൽ അവർ ജീവിതം ഒന്നും ഫാസ്റ്റ് ആയിട്ടില്ല. അവരിപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ അല്ലെ നടക്കുക. അവർക്കിപ്പോഴും ദൈവവചനത്തിന്റെ ആഴമായ സത്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ദൈവം അവരുടെ ജീവിതത്തിൽ വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ആ വളർച്ചയിലേക്ക് അവർ വരുവാൻ കഴിയുന്നില്ല. അവരിപ്പോഴും പാല് കുടിക്കുന്ന ശിശുക്കളെ പോലെ അനേകർ അങ്ങനെയാണ്. ഇപ്പോഴും ആ ഒരു ചെറിയ നിലവാരമില്ലാത്തൊരു ആത്മീയ അനുഭവത്തിൽ ജീവിക്കുന്നവരാണ്. അല്പം പോലും വളരാൻ കഴിയുന്നില്ല. ക്രിസ്തു എന്ന തലയോളം വളരുവാനുള്ള വലിയ യാത്രയിലാണ് ഞാനും നിങ്ങളും. അല്ലെ, ആ തികവിൽ നമ്മൾ ആരും എത്തിയിട്ടില്ല. പൗലോസ് ഞാനും എത്തിയിട്ടില്ല. പക്ഷേ അതിലേക്ക് നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കാൻ ഓരോ ദിവസവും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ആത്മീയ വളർച്ച ഉണ്ടെന്ന് ദൈവമക്കൾ എല്ലാവരും അറിയണം. ക്രൈസ്തവരോ, നാം ഓടാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ല നടക്കുവാൻ വേണ്ടിയല്ല. അല്ലെ, ക്രൈസ്തവരോ, എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ഞാൻ കുടിക്കാൻ തരുന്നത്, അതാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. നോക്കണേ, എത്ര അല്ലെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. കാലം നോക്കിയാൽ എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാലം വെച്ചിട്ടുണ്ട്. ദൈവം തന്നിരിക്കുന്ന സമയം കൊണ്ട് ആത്മീകമായ വളർച്ച ഉണ്ടാകണം, ഉപദേഷ്ടാക്കന്മാരായി മാറേണ്ട ഒരു കാലം കഴിഞ്ഞെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വചനം കേൾക്കുന്നവർ ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ടിട്ട് ഇത്ര വർഷമായി ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു ആത്മീയ വളർച്ചയുണ്ട്? അല്ലെ, ഓടാനുള്ള ഒരു കരുത്തുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഓടാൻ കഴിയില്ല. അല്ലെ, ഓടണമെന്നെങ്കിൽ നല്ല കരുത്തുള്ള മസിലുകൾ വേണം, നല്ല വളർച്ച ഉണ്ടാകണം. അങ്ങനെ കരുത്തുള്ള ആരോഗ്യമുള്ള നല്ല ഫിറ്റ്നസ് ഉള്ളവർക്ക് മാത്രമേ ഓടാൻ കഴിയുകയുള്ളൂ. അപ്രകാരം ഒരു കരുത്ത് പ്രാപിക്കാൻ ഇടവരാതെ ഇപ്പോഴും കുഞ്ഞുങ്ങളെ പോലെ ശൈശവാവസ്ഥയിൽ ഇരിക്കുന്ന ഒത്തിരി വിശ്വാസികളെ, ഒത്തിരി ആളുകളെ എന്നാൽ തിരുവെടുത്ത് പറയുക, ഇല്ല, നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ടവരല്ല, നിങ്ങൾ ഓട്ടക്കളത്തിലാണ്, നിങ്ങൾ ഓടേണ്ടവരാണ്, നിങ്ങളുടെ ജീവിതം ഓടിത്തീർക്കേണ്ടതാണ്. നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നിങ്ങൾ വേഗം ഓടിത്തീർക്കേണ്ടവരാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ ഓടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ ഓടി നിങ്ങളുടെ ജീവിതത്തെ തീർക്കേണ്ടതാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പൊരുതു ഓട്ടം തികച്ചുവെന്ന് ജീവിതാവസാനം വിളിച്ചു പറഞ്ഞതുപോലെ ഓടേണ്ടവരാണ് നമ്മൾ. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന്റെ 24, 25, 26 വാക്യങ്ങൾ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ഉയരുത പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? കണ്ടോ, ഓട്ടക്കളത്ത് ഓടുന്നവർ അനേകരാണ്, ഒരുവനെ ഉയരുത് പ്രാപിക്കുന്നുള്ളൂ. അവിടെ പറയുക, നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുകയും. അപ്പൊ ഓടുക എന്നുള്ളത് മാത്രമല്ല, പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. അതിനാണ് ഈ പിൻപിലുള്ളത് മറക്കാൻ പറഞ്ഞത്. അതിനാണ് പഴയകാലത്തെ ജീവിതത്തെ മറക്കാൻ പറഞ്ഞത്. അതിനാണ് നാം ചിന്തിച്ചുകൊണ്ട് വന്നത്. എന്താണ്? നമ്മുടെ ആത്മീയ ദാരിദ്ര്യത്തെ കുറിച്ച് നാം ഉറപ്പുള്ളവരാകണമെന്ന് പറഞ്ഞത്. അതിനാണ് പറഞ്ഞത് നമുക്കൊരു ലക്ഷ്യം, ഒരു വെളിപ്പാട് വേണം, വെളിപ്പാട് ജീവിക്കണമെന്ന് പറഞ്ഞത്. പ്രാപിക്കാൻ തക്കവണ്ണം നിങ്ങൾ ഓടുകയും. 25-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അന്തം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഇതെഴുതുന്നതിനൊക്കെ പശ്ചാത്തലമുണ്ട് കേട്ടോ. അന്ന് കായിക വിനോദങ്ങൾ ഏർപ്പെടുന്നവർക്ക് കൊടുക്കുന്ന സമ്മാനം പച്ച ഒലിവിന്റെ ഇല കൊണ്ടുണ്ടാക്കിയ കിരീടമാണ്. അതുകൊണ്ടാണ് വാടുന്ന കിരീടം എന്നതിനെ വിളിക്കുന്നത്. പക്ഷെ അവിടെ പറയുക, നാം വാടുന്ന കിരീടം പ്രാപിക്കാനല്ല, വാടാത്ത കിരീടം പ്രാപിക്കാൻ വേണ്ടി ഓടുന്നവരാകൊണ്ട് ഓട്ടത്തിന് തടസ്സപ്പെടുത്തുന്ന
ഓട്ടത്തെ മുന്നോട്ടുള്ള ഓട്ടത്തിന് തടസ്സമാകുന്നതെല്ലാം ഉപേക്ഷിച്ച് നാം ഓടണം എന്ന് നമ്മെ അവിടെ പ്രബോധിപ്പിക്കുന്നത്. 26-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ആകയാൽ ഞാൻ നിശ്ചയമില്ലാതെ വണ്ണമല്ല ഓടുന്നത്, ആകാശത്ത് കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. പൗലോസിന് വളരെ ഉറപ്പുണ്ട്, ലക്ഷ്യമില്ലാത്ത ഓട്ടമല്ല. പല വിശ്വാസികളും പലരും ഒരു ലക്ഷ്യമില്ലാതാണ് അവരെന്നായിരിക്കുന്നത്. എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യാത്തവര്, അല്ലെ, നിത്യതയിൽ കാണുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ലാത്തവര്. പൗലോസ് പറയുക, ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എന്റെ ഓട്ടത്തിന് ലക്ഷ്യമുണ്ട്. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയല്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മുടെ അധ്വാനവും നമ്മുടെ ഓട്ടവും ഒന്നും പ്രയോജനമില്ലാത്തതല്ല, അതിനൊരു പ്രയോജനമുണ്ടെന്ന് നാം തിരിച്ചറിയണം. സ്തോത്രം. ഇതിനൊരു പ്രയോജനം ഉണ്ടാകണം, അത് നമ്മളൊരു വലിയ ഉറപ്പായിട്ട് കണക്ക് കൂട്ടണം. അങ്ങനെയെങ്കിൽ നാം ചിലതിനെ വർദ്ധിച്ച് ചിലതിനെ ഉപേക്ഷിച്ച് പലതൊക്കെ മറന്ന് ഓട്ടക്കളത്തിൽ ഓടേണ്ടത് ആവശ്യമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഗലാത്യയിലെ സഭ ഉപദേശപരമായി ന്യായപ്രമാണത്തിലേക്ക് പ്രവൃത്തിയിലേക്ക് മടങ്ങിപ്പോയവരുടെ വലിയ പാപത്തെക്കുറിച്ച് പ്രവൃത്തികളുടെ ദൈവത്തെ അന്വേഷിക്കുന്ന ഉപദേശത്തിന്റെ കലക്കം അവരിൽ വന്നതുകൊണ്ട് അവരെ ഉപദേശിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ നന്നായി ഓടിയതാണ്. അവരവരോട് പറയുകയാണ്, നിങ്ങൾ നന്നായി, 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആരാണ് തടുത്തു കളഞ്ഞത്? കണ്ടോ, ഗലാത്യയിലെ വിശ്വാസികൾ നന്നായി ഓടിയതാ. നമ്മളൊക്കെ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോ, കർത്താവിനെ ഇറങ്ങിയപ്പോ ഏറ്റവും നന്നായിട്ടൊക്കെ ഓടി തുടങ്ങിയതാ. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഓട്ടത്തിന് കുഴപ്പം പറ്റി, അല്ലെ, ലക്ഷ്യം മാറിപ്പോയി. സത്യം അനുസരിക്കാതിരിക്കാൻ നമ്മളെ തടഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ വന്നു, ഓട്ടം മാറിപ്പോയി, ലക്ഷ്യം മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓടിയ നടക്കുക, ഇത് അന്ത്യകാലമാണ്. ഇത് ഓടണം, അല്ലെ, എത്ര വേഗത്തിൽ ഓടാൻ കഴിയുമോ അത്ര വേഗത്തിൽ ഓടുന്നവരാണ്, അല്ലെ, കാര്യങ്ങൾ അനുഗ്രഹം പ്രാപിക്കാനിടയാൽ. ഓട്ടക്കളത്തിൽ ഓടുക, ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. അതിനാണ് നാം ഈ വചനമെല്ലാം ചിന്തിച്ചത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ഈ ഓട്ടം വളരെ ഈസി ആയിട്ട് ഓടാൻ പറ്റുന്നതല്ല, വളരെ നിസ്സാരമായി ഓടാൻ പറ്റുന്നതല്ല. പ്രതികൂലങ്ങൾ ഒത്തിരി ഉണ്ട്, പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്, പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് പറഞ്ഞതാ. രോഗം, ജഡം, പാപം, പിശാച് എല്ലാം പരീക്ഷിക്കും നീ ഓട്ടത്തെ തകർക്കുവാൻ, നീ ലക്ഷ്യത്തെ തെറ്റിക്കുവാൻ, വീഴ്ച തെറ്റിക്കുവാൻ അനേക ശക്തികൾ ഇറങ്ങി വരും. പക്ഷേ അതിനെയൊക്കെ തകർത്തുകൊണ്ട് ഓടണമെങ്കിൽ അസാമാന്യമായ കരുത്ത് നീ പ്രാപിക്കണം. അതിനെ തകർത്തോടണമെങ്കിൽ ഓട്ടം ശരിയാകണം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, സ്തോത്രം, നിത്യതയിലെത്തുക എന്ന് പറയുന്നത് അതിന് സ്തോത്രം, അതിന് നമ്മുടെ ഓട്ടം ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ലൂക്കോസിന് സുവിശേഷം സ്തോത്രം 13-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ യേശു ഒരു കാര്യം പറഞ്ഞു, ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കാൻ പോരാടുകയും പലരും കടക്കാൻ നോക്കും, കഴിയുകയില്ലതാനുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കിയേ, നിത്യജീവനിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. സകലതിനോട് പോരാടിയാണ് ഈ ഓട്ടം തികയ്ക്കുന്നത്, സകലതിനോട് പോരാടിയാണ് ഈ ഇടുക്കുവാതിലൂടെ കടക്കുന്നത്. നിസാരമായിട്ട്, അല്ലെ, നിത്യതയിലങ്ങ് എത്തിക്കളയാമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. അതിനൊരു വലിയ പോരാടണം. സകലത്തോടും പോരാടേണ്ടത് ആവശ്യമാണ്. ജഡത്തോട്, അല്ലെ, ഏറ്റവും വലിയ പോരാട്ടം നമ്മോട് തന്നെയാ, സ്വന്തം ജഡത്തോട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേൾക്കുന്നവർ വിളിച്ചു പറയട്ടെ, ഒരു വലിയ പോരാട്ടം പോരാടിയെങ്കിലേ നമുക്ക് നിത്യതയിൽ എത്താൻ പറ്റുള്ളൂ. അവിടെ പറയാ, പലരും കടക്കാൻ നോക്കും, കഴിയത്തില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. ഈ വാക്യത്തിന്റെയൊക്കെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ, നിത്യത എന്ന് പറയുന്നത് അവകാശമാക്കുവാൻ നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ അധ്വാനം കൊണ്ടൊന്നുമല്ല സ്വർഗത്തിൽ നമ്മൾ പോകും. ഈ വാക്യമൊക്കെ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കരുത്. നമ്മുടെ അധ്വാനം കൊണ്ടല്ല, നമ്മുടെ എന്തെങ്കിലും പ്രവർത്തികൾ കൊണ്ടല്ല സ്വർഗത്തിൽ പോകുന്നത്. അങ്ങനെയല്ല ഈ വാക്യത്തിന്റെ അർത്ഥം. പകരം ഇവിടെ നാം പോരാടുന്നത് നമ്മുടെ നിത്യതയെ തടയുന്ന, നമ്മുടെ ആ നന്മ, അല്ലെ, നമ്മളെ നിത്യതയിൽ കടത്താതെ വണ്ണം നമ്മളോട് പോരാടുന്ന, അല്ലെ, പിശാചിനോട്, ലോകത്തോട്, അല്ലെ, നമ്മുടെ ജഡത്തോട്
നമ്മുടെ അകത്ത് വരുന്ന പാപത്തോട്, പ്രലോഭനങ്ങളോടുള്ള പോരാട്ടമാണ്. ഹല്ലേലൂയ. ആ പോരാട്ടം നാം പോരാടിയേ പറ്റുകയുള്ളൂ. നമ്മുടെ ജഡത്തെ ക്രൂശിച്ചേ പറ്റുകയുള്ളൂ. നമ്മുടെ പുറകിലുള്ളതിനെ പിൻപിലുള്ളതിനെ മറന്നേ പറ്റുകയുള്ളൂ. അല്ലെ, നാം ഈ ദിവസങ്ങളിൽ അങ്ങനെ പോരാടുന്നവരാണ് നിത്യതയിൽ എത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം വലിയൊരു പോരാട്ടത്തിന് നടുക്കാണ്, പോരാടുന്നവരാണ് നിത്യതയിൽ എത്തിച്ചേരുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. കണ്ടോ, വിശ്വാസവീരന്മാരുടെ പട്ടിക അവിടെ കണ്ടിട്ട് പറയുകയാണ്, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്താണ്? നാം സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്. കണ്ടോ, നാം ഫിലിപ്പിയ ലേഖനത്തിൽ വായിച്ചത് നമ്മുടെ ഓട്ടത്തെ തടയുന്ന ഓർമ്മകളെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലെ, എന്റെ പിറകിലുള്ള പിൻപിലുള്ളതെല്ലാം ഞാൻ മറക്കുന്നു. ഇത് മറക്കുന്നതിനെ കുറിച്ചല്ല, ചില ഭാരങ്ങൾ മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ വിട്ടുകളയാൻ വേണ്ടിയാ ജീവിതത്തെ അല്ലെങ്കിൽ ഓട്ടത്തെ തടയുന്ന ജഡീക സ്വഭാവങ്ങളെ വിടുന്നതിനെ കുറിച്ചാണ്. ഞാനത് വിശദമായിട്ട് പറയുന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ചിലത് വിടാനുള്ളതാണ്. കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്ന വിരിഞ്ഞു കളയാനുള്ളതാണ്. ചിലതിനെ അവൻ ജയിക്കേണ്ടതാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ ജഡത്തെ തെന്നിപ്പിച്ച് അടിമയാക്കുന്നു. ചിലതിനെ മേൽ ജയമെടുക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് ഭാരം കുറഞ്ഞിരിക്കണം, അവിടെ ബോഡി നല്ല ഫിറ്റായിരിക്കണം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് പറയുകയാണ്, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വല്ലപ്പോഴും ഓടിയ പോലെ ചില ആൾക്കാര് വല്ലപ്പോഴും ഓടും, പിന്നെ കുറച്ചു നാള് നടക്കും, കുറച്ചു നാള് ഇരിക്കും. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്, സ്ഥിരതയോടെ ഓടുക, അങ്ങ് എത്തുന്നത് വരെ ഓടണം. 2-ാം വാക്യമാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഓട്ടത്തിനിടയ്ക്ക് ക്ഷീണം വരും. ഈ ഓട്ടത്തിനിടയ്ക്ക് നമ്മൾ ക്ഷീണിച്ചു പോകാനും പതറിപ്പോകാനും സാധ്യതയുണ്ട്. അവിടെ പറയുക 2-ാം വാക്യം, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ ഓട്ടത്തിൽ എപ്പോഴെങ്കിലും ക്ഷീണിച്ചാൽ, എപ്പോഴെങ്കിലും തടർന്നു പോയാൽ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ പ്രൈസ് ദി ലോർഡ്, നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ച യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുന്ന യേശുവിനെ നോക്കുക. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയാൽ, അവിടുത്തെ മുഖത്തേക്ക് ഞാനും നിങ്ങളും നോക്കാൻ തയ്യാറായാൽ, തിരുവെഴുത്ത് പറയുന്നത് നമ്മുടെ ഭാരം മാറുക. ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞാൽ ആ ഭാഗം അവസാനിപ്പിക്കുക. അവിടെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസവീരന്മാരെ നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. ശരിക്കും ആ വാക്യത്തെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഇങ്ങനെയുള്ള വിശ്വാസവീരന്മാരെ നമ്മൾ കാണുന്നത് കൊണ്ട് യേശുവിനെ നോക്കണം. കാണുക, നോക്കുക, 2 പദങ്ങളാണ് ശരിക്കും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന്റെ ഓട്ടത്തിന് വേണ്ടി നായകനാക്കി വിശ്വാസവീരന്മാരെ നിങ്ങളെ കണ്ടാൽ മതി, നോക്കരുത്. യേശുവിനെ കാണുകയല്ല, നോക്കണം. കാണുന്നതിന്റെയും നോക്കുന്നതിന്റെയും വ്യത്യാസം എന്താണെന്ന് അറിയാമോ? വിശ്വാസത്തിന്റെ നായകരായി വിശ്വാസവീരന്മാരെ നിങ്ങൾ നോക്കാൻ തുടങ്ങിയാൽ, നമുക്കറിയാം, ഒരു കാര്യത്തെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതിലാണ് ഒത്തിരി കുറവുകൾ നമ്മൾ കണ്ടെത്തും, പ്രശ്നങ്ങൾ കണ്ടെത്തും. എന്നാൽ ആ കാഴ്ചയിൽ നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളൊന്നും കണ്ടെത്തുകയില്ല. എന്നാൽ വിശ്വാസവീരന്മാരെ ഓരോരുത്തരെയും എടുത്ത് നിങ്ങൾ സൂക്ഷ്മമായി ഒന്ന് നോക്കാൻ തുടങ്ങിയാൽ അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി പരാജയങ്ങളുണ്ട്. അബ്രഹാമിനെ നോക്കിയാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. മോശയെ നോക്കിയാൽ മോശയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവരെ നോക്കരുത്, കാണുക. അവരുടെ വിശ്വാസത്തെ കാണുക, അവരുടെ നല്ല കാര്യങ്ങളെ കാണുക. നിങ്ങൾ അവരെ നോക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ സൂക്ഷ്മമായി നോക്കിയാൽ, നിങ്ങളുടെ വിശ്വാസ നായകരാൻ നോക്കിയാൽ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾ അവിടെ കാണും. അത് നിങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങും, നിങ്ങളെ പരാജയപ്പെടുത്തും. പക്ഷേ നിങ്ങൾ സൂക്ഷിച്ചു നോക്കേണ്ടത് യേശുവിനെയാണ്. അവിടെ പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തിയവനുമായ യേശുവിനെ നിങ്ങൾ നോക്കുക. ധൈര്യമായി നോക്കിക്കൊള്ളൂ. അവിടെ ഒരു കുറ്റവും നിങ്ങൾക്ക് കാണാൻ പറ്റുകയില്ല, അവരുടെ കുറവ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയില്ല. നിങ്ങളുടെ വിശ്വാസത്തിന് എന്തെങ്കിലും യേശുവിനെ നോക്കിയത് കൊണ്ട് എനിക്ക് ഇന്ന കുറവ് കണ്ടെത്തിയെന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് ഓർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പരിശുദ്ധനായ ഒരു കോടതിക്ക് കുറ്റം കണ്ടെത്തുവാൻ കഴിയാത്ത, ഒരാൾക്കും പാപം ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത വിശ്വാസത്തിന്റെ തനി മാതൃകയായ നമ്മുടെ കർത്താവിനെ നാം നോക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകും, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തും. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം.
ഇന്ന് നാം കേട്ട ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. എന്താണ് നാം ഇന്ന് കേൾക്കുവാനിടയായി തീർന്നത്? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ദൈവം ആവശ്യപ്പെടുന്നില്ല. ഒരു കാര്യം, പിൻപിലുള്ളതെല്ലാം ഒന്ന് മറന്ന് മുൻപിലുള്ളതിനൊന്ന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ അവൻ ആ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ഒന്ന് ലാക്കിലേക്ക് ഓടുവാൻ, ആ ബിരുദം എന്താണെന്ന് മനസ്സിലാക്കി ലാക്കിലേക്ക് ഓടുവാൻ, യേശു ക്രിസ്തുവിനെ മാത്രം മാതൃകയാക്കുവാൻ നോക്കുവാൻ, അങ്ങനെ ഓടിയ എത്തുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിന് വേണ്ടി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ വചനം അങ്ങയുടെ വിലയേറിയ വചനം ഞങ്ങളോട് സംസാരിക്കുന്നു. പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശു ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. വേഗത്തിൽ ഓടുവാൻ കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ കർത്താവെ, അത് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കൊരു തിടുക്കം നൽകണമേ. ആത്മീയ കാര്യത്തിന് ഞങ്ങൾക്കൊരു ഒരുക്കം നൽകണമേ. അതിനൊരു വലിയ തയ്യാറെടുപ്പ് ഞങ്ങൾക്ക് നൽകണമേ. അതിന് ഞങ്ങൾക്കൊരു ആവേശം നൽകണമേ കർത്താവെ. ഞങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടി ഞങ്ങൾ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന് വലിയൊരു നാമത്തിൽ തന്നെ. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേട്ട എല്ലാവർക്കും കർത്താവിൽ നന്ദി പറയുന്നു. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കും.